ഹാലോ അരീൻസിൻ്റെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഹാലോ അരീൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഹാലോ അരീൻസ് സാധാരണയായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഹാലോ അരീൻസ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഹാലോ അരീൻസ് ഇത്തരത്തിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ലെസ് റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്? ഇത് പ്രധാനമായിട്ടും 4 റീസൺസ് കൊണ്ടാണ്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കൂ. റെസണൻസ് ഇഫക്റ്റ്, ഡിഫറൻസ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട്, ഇൻസ്റ്റബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ, റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോഫൈൽ ആൻഡ് അരീൻ. ഈ ഓരോ കാരണങ്ങളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഹാലോ അരീൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹാലോ അരീൻ എന്ന് പറയുമ്പോൾ ഒരു ഹാലജൻ ആറ്റം ഒരു ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലേ. ഇവിടെ ഹാലജൻ ആറ്റത്തിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ in this halo arenes the electron pairs on halogen atom are conjugation with pi electrons of the ring. അതായത് ഹാലജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ ബെൻസീൻ റിങ്ങിലെ പൈ ഇലക്ട്രോൺസുമായിട്ട് കോൺജുഗേഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവയെ പല റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു ഹാലോ അരീൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കാം. ഇവിടെ അതിനായിട്ട് നമ്മളൊരു ക്ലോറോ ബെൻസിൻ എടുത്തിരിക്കുന്നു. ക്ലോറിനിൽ ബോണ്ടിങ്ങിന് ശേഷം 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസ് ബെൻസീൻ റിങ്ങുമായിട്ട് എങ്ങനെയാണ് കോൺജുഗേഷൻ സംഭവിക്കുന്നതെന്ന് നോക്കൂ. ക്ലോറിൽ നിന്നും ഇലക്ട്രോൺസ് കാർബൺ ക്ലോറിൻ ബോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ബെൻസീൻ റിങ്ങിലുള്ള ഇലക്ട്രോണുകൾ ട്രാൻസ്ഫറിങ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ട്രാൻസ്ഫറിങ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് 4 റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറുകളായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇവിടെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? CCl bond acquires a partial double bond character due to the resonance. കാർബൺ ക്ലോറിൻ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സിൽ കാർബൺ ക്ലോറിൻ ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഡബിൾ ബോണ്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദിസ് കാർബൺ ക്ലോറിൻ ബോണ്ട് ഓഫ് ഹാലോ അരീൻ ആസ് കമ്പയർഡ് ടു ഹാലോ ആൽക്കെയിൻ. ഹാലോ ആൽക്കെയിൻ്റെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഹാലോ അരീൻ്റെ കാർബൺ ഹാലജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കിംഗ് ഈസി ആയിട്ട് നടത്താൻ ഹാലോ അരീൻസിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല. അതിനാൽ ഈ ഹാലജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇവ കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം. റെസണൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റെസണൻസ് ഇഫക്റ്റ് എങ്ങനെയാണ് ഹാലോ അരീൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടറായി മാറുന്നത് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ലെസ് റിയാക്റ്റീവ് ആണ് എന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ ഇതാണ്: ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാലോ ആൽക്കെയിനും ഹാലോ അരീനും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ഹാലോ അരീനാണ്. കാർബൺ ഹാലജൻ ഒരു ബോണ്ട് ഉണ്ട് അല്ലേ. ഇതിലെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡ് കാർബൺ ആണ്. എന്താണ് sp2 ഹൈബ്രിഡ് കാർബൺ? ഇവിടുത്തെ കാർബൺ ആറ്റം ഡബിൾ ബോണ്ടഡ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ കാർബൺ sp2 ഹൈബ്രിഡ് കാർബൺ ആണ്. എന്നാൽ ഒരു ഹാലോ ആൽക്കെയിനിൽ നോക്കൂ, കാർബൺ 4 വാലൻസീസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു. കാർബൺ ആറ്റം മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് സിംഗിൾ ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാർബൺ sp3 ഹൈബ്രിഡ് കാർബൺ ആറ്റമാണ്. ഈ 2 കാർബൺ ആറ്റംസിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ടോട്ടൽ കാർബൺ ആറ്റത്തിന് 100% ക്യാരക്ടർ എന്ന് കൺസിഡർ ചെയ്താൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന് 25% S ക്യാരക്ടറും ബാക്കി 75% P ക്യാരക്ടറുമാണ് അല്ലേ. എന്നാൽ ഇവിടെ sp2 ഹൈബ്രിഡ് കാർബൺ ആറ്റത്തിൽ നോക്കൂ,
ടോട്ടൽ 100% എന്ന് കൺസിഡർ ചെയ്യുകയും അതിൽ ഒരു എസ്സിനും 2 പിക്കുമായിട്ട് അവരുടെ ക്യാരക്ടറുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഏകദേശം 33.3% എസ് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ sp2 ഹൈബ്രിഡ് കാർബൺ ആറ്റത്തിന് കൂടുതൽ എസ് ക്യാരക്ടർ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള കാർബൺ ആറ്റത്തിന് കൂടുതൽ എസ് ക്യാരക്ടർ ആയതുകൊണ്ട് ദാറ്റ് വിൽ ഹോൾഡ് ദ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വെരി ടൈറ്റ്ലി. കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റങ്ങളെ ഇത് വളരെ ടൈറ്റായിട്ട് പിടിച്ചെടുത്തുന്നു. അതിനാൽ ഇവിടെ കാർബൺ ഹാലജൻ ബോണ്ട് വളരെ ടൈറ്റ് ആണ് ആസ് കമ്പയർഡ് ടു ദ കാർബൺ ഹാലജൻ ബോണ്ട് ഇൻ ഹാലോ ആൽക്കെയ്ൻ. ഇങ്ങനെ വളരെ ടൈറ്റ് ബോണ്ടിങ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? കാർബൺ ഹാലജൻ ബോണ്ട് ലെങ്ത് കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കാർബൺ ഹാലജൻ ബോണ്ട് ഇൻ ഹാലോ ആൽക്കെയ്ൻ ഈസ് carbon halogen bond in haloarene is having less length as compared to haloalkane. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ക്ലോറോബെൻസീൻ കൺസിഡർ ചെയ്താൽ ക്ലോറോബെൻസീനിൽ CCl ബോണ്ട് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ്റെ കേസിലാണെങ്കിൽ 177 പൈക്കോമീറ്ററും ഒരു ഹാലോ എരീനിലാണെങ്കിൽ 169 പൈക്കോമീറ്ററുമാണ്. അതായത് ഹാലോ എരീൻസിൽ ഇവയുടെ ബോണ്ട് ലെങ്ത് കുറവാണ്. അപ്പോൾ ഷോർട്ടർ ബോണ്ടും ലോങ്ങർ ബോണ്ടിൻ്റെയും ബോണ്ട് സ്ട്രെങ്ത്തുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നീളം കുറഞ്ഞ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് കുറഞ്ഞ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാനായിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരുന്നു. അതിനാൽ ഹാലോ എരീൻസിൽ ഈ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഹാലോ ആൽക്കെയിനെ അപേക്ഷിച്ച് കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരുന്നു. അതിനാലാണ് ഹൈബ്രിഡൈസേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇവിടെ ഹാലോ എരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ലെസ് റിയാക്റ്റീവ് ആണ് എന്ന് പറയാൻ സാധിക്കുക. അടുത്ത റീസൺ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ ആണ്. ഒരു ഹാലോ എരീനിന് സെൽഫ് അയണൈസേഷൻ സംഭവിച്ചുകൊണ്ട് ഉണ്ടാകുന്ന കാറ്റയോൺ എന്ന് പറയുന്നത് ഫിനൈൽ കാറ്റയോൺ ആണ് അല്ലേ? അപ്പോൾ ഈ ഫിനൈൽ കാറ്റയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണോ? ഒന്ന് നോക്കാം. ഒരു ഹാലോ എരീന് സെൽഫ് അയണൈസേഷൻ സംഭവിച്ചുകൊണ്ട് ഉണ്ടാകുന്ന കാറ്റയോൺ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഒരു ഫിനൈൽ കാറ്റയോൺ ആണ്. ഇവിടെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനാൽ ഫിനൈൽ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ള റിയാക്റ്റൻസ് SN1 മെക്കാനിസമാണ് ഫോളോ ചെയ്യുക അല്ലേ? അപ്പോൾ SN1 മെക്കാനിസം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വേണ്ടി ഫോളോ ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഹാലോ എരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കാണിക്കുന്നില്ല. സോ ദ തേർഡ് റീസൺ ഈസ് ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. നാലാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ന്യൂക്ലിയോഫൈലിൻ്റെയും ഹാലോ എരീൻ്റെയും റിപ്പൽഷനാണ്. എങ്ങനെയാണ് റിപ്പൽഷൻ സംഭവിക്കുന്നത്? ഹാലോ എരീനിൽ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന ന്യൂക്ലിയോഫൈലോ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ഇവർ തമ്മിൽ രണ്ടും റിച്ച് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവുകയും ഇങ്ങനെ റിപ്പൽഷൻ ഉണ്ടാകുന്നതിനാൽ ഈ റിയാക്ഷൻ സാധ്യമാകാതിരിക്കുകയും ചെയ്യുന്നു. നോക്കാം. Because of the possible repulsion, it is less likely for the electron-rich nucleophile to approach the electron-rich haloarene. അപ്പം ഇങ്ങനെ പ്രധാനമായിട്ടും 4 റീസൺസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 4 റീസൺസ് ആണ് ഒരു ഹാലോഅരീൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സാധ്യമാകാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ.